ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. വരുന്ന പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് വേണ്ടിയുള്ള മുൻകാല ചോദ്യങ്ങളും പ്രതീക്ഷിത ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ വീഡിയോ ആണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വന്നത് എന്ന്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വന്നത് 1789 ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നത് ഏതിന്റെ സന്ദേശമായിരുന്നു? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്ദേശമായിരുന്നു. ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം എന്ന്. 1917 ഫെബ്രുവരി വിപ്ലവം നടന്നത്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതിന്റെ കണ്ടുപിടുത്തമാണ്? ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. പവർലൂം കണ്ടുപിടിച്ചത് ആര്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് പവർലൂം കണ്ടുപിടിച്ചത്. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം, ഇത് പറഞ്ഞത് ആര് ആണ്? റോബർട്ട് ക്ലൈവ് ആണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിൽ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിപ്പിച്ച നിയമം ഏതാണ്? 1813 ചാർട്ടർ നിയമം ആണ്. ഏതു നിയമമാണ് കൃഷിക്കാരെ ഭൂവുടമകളായി അംഗീകരിച്ചത്? 1818 റൈറ്റ് വാരി. 1818 റൈറ്റ് വാരി നിയമം. ആര്യസമാജം സ്ഥാപിച്ചത് എന്ന്. ആര്യസമാജം സ്ഥാപിച്ചത് 1875 ആണ്. 1875 ആര്യസമാജം സ്ഥാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷം. 1919 ആണ്. 1919 ആണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന വർഷം. 1946 ആണ് ക്ലമന്റ് ആറ്റ്ലിയുടെ ഭരണം ആരംഭിക്കുന്നത്. നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിലുള്ളത്. ആരുടെ വാക്കുകളാണ് ഇവ? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. കേരളത്തിലെ ആയുർവേദ ചികിത്സാ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള സമ്പ്രദായം ഏതാണ്? വാഗ്ഭടന്റെ അഷ്ടാംഗ ഹൃദയമാണ് കേരളത്തിലെ ആയുർവേദ ചികിത്സയ്ക്ക് നിദാനമായ രീതി എന്ന് പറയുന്നത്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് എന്ന്. 1905 ആണ്. 1905 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം. 1930 ആണ്. 1930 ആണ്. എഴുത്തുവിദ്യയുടെ കണ്ടുപിടുത്തത്തോടെ ആശയവിനിമയത്തിന്റെ പ്രധാന ഉപാധി ഏതായിരുന്നു? വരമൊഴി ആയിരുന്നു. ലോകത്തിൽ ആദ്യമായി പത്രം ഉണ്ടായത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. കല്ലച്ചിൽ അച്ചടിച്ച ആദ്യ മലയാള പത്രം ഏതായിരുന്നു? രാജ്യസമാചാരം. ലോകത്തിലെ ആദ്യത്തെ വൃത്താന്ത പത്രം ഏതായിരുന്നു? പെക്കിംഗ് ഗസറ്റ് ആയിരുന്നു. ഭൂമിയുടെ ചുറ്റളവ് എത്രയാണ്? 40,000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവ്. ജപ്പാനിൽ പൂച്ചകളിലും നായകളിലും മനുഷ്യരിലും പ്രത്യക്ഷപ്പെട്ട നർത്തരോഗത്തിന് കാരണം എന്തായിരുന്നു? മെർക്കുറി വിഷബാധ ആയിരുന്നു. ജപ്പാനിൽ പ്രത്യക്ഷപ്പെട്ട മാർജാര നൃത്തത്തിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? മരണച്ചിരി രോഗം.
മധുരൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന ചോള രാജാവ് ആരായിരുന്നു? മധുരൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന ചോള രാജാവ് ആരായിരുന്നു? പരാന്തകൻ മൂന്നാമൻ. സോറി, പരാന്തകൻ ഒന്നാമൻ ആണ്. പരാന്തകൻ ഒന്നാമൻ. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ആണ്? സോഷ്യൽ ദ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് റൂസോ ആണ്. റൂസോ. നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരായിരുന്നു? മൊണ്ടസ്ക്യൂ ആയിരുന്നു. മൊണ്ടസ്ക്യൂ. ഇറ്റാലിയൻ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത സാർഡീനിയൻ കവി. ഇറ്റാലിയൻ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ സാർഡീനിയൻ കവി ആരായിരുന്നു? മസീനി ആയിരുന്നു. മസീനി. ഇറ്റാലിയൻ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആരായിരുന്നു? കാവൂർ ആയിരുന്നു. കാവൂർ. ജർമ്മനിയെ ഏകീകരിച്ച പ്രഷ്യൻ ചാൻസലർ. ജർമ്മനിയെ ഏകീകരിച്ച പ്രഷ്യൻ ചാൻസലർ ബിസ്മാർക്ക് ആയിരുന്നു. ബിസ്മാർക്ക്. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തി ആരായിരുന്നു? റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ ആയിരുന്നു. നിക്കോളാസ് രണ്ടാമൻ. ജർമ്മനിയിലെ നാസി സ്വേച്ഛാധിപതി ആരായിരുന്നു? ജർമ്മനിയിലെ നാസി സ്വേച്ഛാധിപതി ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു. ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്